Toon Bells. അതൊരു കഥ. ഇനി ഈ ഭിക്ഷക്കാരി ബോലിയും നമ്മുടെ അയൽപ്പക്കത്ത് വീടുണ്ടാക്കി താമസിക്കുമെന്നാണോ? നമ്മുടെ ഭംഗിയുള്ള വീടുകൾക്കിടയിൽ ഈ ഭിക്ഷക്കാരിയുടെ വീട് വന്നാൽ നമ്മുടെ കോളനിയുടെ ഭംഗി പോകും. എന്തു വന്നാലും ശരി, ഇവളെ ഇവിടെ വീടുണ്ടാക്കാൻ അനുവദിക്കില്ല. അന്ന് കാറ്റും മഴയുമുള്ള ഭയാനകമായ ഒരു രാത്രിയായിരുന്നു. കാടിനുള്ളിലെ പക്ഷികളെല്ലാം തങ്ങളുടെ കൂടുകളിൽ ഒളിച്ചിരുന്ന് ഈ പേമാരി ഒന്ന് തോരാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ കൊടുങ്കാറ്റിനിടയിൽ മറ്റു പക്ഷികളെക്കാൾ കൂടുതൽ പേടിച്ചിരുന്ന ഒരു കുടുംബമുണ്ടായിരുന്നു. ലാഡോ, എങ്ങനെയെങ്കിലും ഈ ഒരു രാത്രി ഒന്ന് കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ നാളെ തന്നെ നമ്മുടെ കുടുംബത്തിന് സുരക്ഷിതമായൊരു വീട് ഞാൻ കണ്ടെത്തും. ഞാനും ദൈവത്തോട് അത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ കുഞ്ഞു ബോലി ഇന്ന് മാത്രമാണ് മുട്ട വിരിഞ്ഞു പുറത്തു വന്നത്. എനിക്ക് അവളെ ഓർത്താണ് പേടി. കാറ്റത്ത് നമ്മുടെ കൂട് വല്ലാതെ ആടുന്നുണ്ട്. ഇത് താഴെ വീഴുമോ എന്ന് എനിക്ക് പേടിയാകുന്നു. ലാഡോ പക്ഷിയുടെ പേടി വെറുതെ ആയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ശക്തമായ കാറ്റിൽ അവരുടെ കൂട് മരത്തിൽ നിന്നും താഴെ വീണു. ലാഡോയും ഭർത്താവും ചേർന്ന് തങ്ങളുടെ മകളായ ഭോലിയെ എങ്ങനെയൊക്കെയോ രക്ഷിച്ചു. പക്ഷേ ഉയരത്തിൽ നിന്നും വീണത് കാരണം അവർ രണ്ടുപേരും മരണപ്പെട്ടു. സ്വന്തം കൺമുന്നിൽ മാതാപിതാക്കളുടെ ഈ അവസ്ഥ കണ്ട് കുഞ്ഞു ഭോലി പൊട്ടിക്കരയാൻ തുടങ്ങി. ഭോലിയുടെ കരച്ചിൽ കേട്ട് കാലുകാക്ക പുറത്തു വരികയും അവളെ ആശ്വസിപ്പിച്ച് തൻ്റെ കൂട്ടിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. ഭോലി മോളെ, നീ ഇപ്പോഴും വളരെ ചെറുതാണ്. അതുകൊണ്ട് മഴ തോരുന്നതുവരെ നിനക്ക് എൻ്റെ കൂട്ടിൽ കഴിയാം. അത് കഴിഞ്ഞിട്ട് നിനക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. കാലുകാക്ക വളരെ നല്ലവനായിരുന്നു. അനാഥയായ ഭോലിയെ കാലു സ്വന്തം മകളെ പോലെ നോക്കാൻ തുടങ്ങി. മാസങ്ങൾ കടന്നുപോയി. ഭോലി ഇപ്പോൾ പറക്കാനും സ്വന്തമായി ആഹാരം കണ്ടെത്താനും പ്രാപ്തയായി. അവൾ കാലുകാക്കയ്ക്കൊരു ഭാരമാകാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് എന്നും രാവിലെ അവൾ ഇര തേടി ഇറങ്ങുമായിരുന്നു. തനിക്ക് ആവശ്യമായ ആഹാരവും വെള്ളവും അവൾ തന്നെ സ്വയം കണ്ടെത്തുകയായിരുന്നു. നോക്കി നിൽക്കെ ഒരു വർഷം കടന്നുപോയി. വീണ്ടും ഒരിക്കൽ കൂടി ഇതാ മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരു വർഷം കടന്നുപോയി. വീണ്ടും മഴക്കാലം തുടങ്ങി. ഭോലി ഇപ്പോൾ ഒറ്റച്ച് ജീവിക്കാൻ പഠിച്ചെങ്കിലും ഈ ആദ്യത്തെ മഴ കണ്ടപ്പോൾ അവൾക്ക് നല്ല പേടി തോന്നി. ഒരു ദിവസം കാട്ടിൽ കനത്ത മഴ പെയ്യുകയായിരുന്നു. ഭോലി പക്ഷി ഒരു മരത്തിൻ്റെ ഇലകൾക്കിടയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കാലുകാക്ക അവിടെ കൂടി കടന്നുപോയത്. എടീ ഭോലി, ഈ ഇലകൾക്കിടയിൽ എത്ര നേരം ഒളിച്ചിരിക്കും? പോയി നിനക്കായി ഒരു ചെറിയ വീടുണ്ടാക്ക്. അമ്മാവാ, ഞാൻ എങ്ങനെ വീട്ടുണ്ടാക്കും? എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂട് കാറ്റത്ത് തകർന്നു പോയി. ഇപ്പോൾ ഈ ലോകത്ത് എനിക്ക് ആരുമില്ല. മോളെ, പാകമായ വീടല്ലെങ്കിലും ഒരു ചെറിയ കൂടെങ്കിലും ഉണ്ടാക്ക്. ഇങ്ങനെ മഴ നനഞ്ഞാൽ നിനക്ക് പനി പിടിക്കും. അതെ അമ്മാവാ, എനിക്ക് നല്ല തണുപ്പെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഇടിമിന്നൽ കേൾക്കുമ്പോൾ എൻ്റെ ജീവൻ പോകുന്നത് പോലെ തോന്നും. അമ്മാവൻ പറഞ്ഞതാണ് ശരി. എനിക്ക് സ്വന്തമായി വീടുണ്ടാക്കണം. അടുത്ത ദിവസം മുതൽ ഭോലി പുൽത്തുരുമ്പുകൾ ശേഖരിച്ച് കൂട് നിർമ്മിക്കാൻ തുടങ്ങി. ഇത് കണ്ട പിങ്കി മയിലും മിട്ട് തത്തയും അവളോട് വല്ലാതെ അസൂയപ്പെട്ടു. അതൊരു കഥ. ഇനി ഈ ഭിക്ഷക്കാരി ബോലിയും നമ്മുടെ അയൽപ്പക്കത്ത് വീടുണ്ടാക്കി താമസിക്കുമെന്നാണോ? നമ്മുടെ ഭംഗിയുള്ള വീടുകൾക്കിടയിൽ ഈ ഭിക്ഷക്കാരിയുടെ വീട് വന്നാൽ നമ്മുടെ കോളനിയുടെ ഭംഗി പോകും. എന്തു വന്നാലും ശരി, ഇവളെ ഇവിടെ വീടുണ്ടാക്കാൻ അനുവദിക്കില്ല. പക്ഷികളെല്ലാം ചേർന്നൊരു പദ്ധതിയിട്ടു. ഹായ്, എന്ത് രസമായിരുന്നു! ഇന്ന് വയറു നിറയെ മാമ്പഴം കഴിച്ചു. എന്നും ഇങ്ങനെയുള്ള സദ്യ കിട്ടിയിരുന്നെങ്കിൽ. ഗൗരി കുരുവി, ഇന്ന് കാട്ടിലെ എല്ലാവർക്കും മാമ്പഴം ഫ്രീ ആയി കൊടുക്കുന്നുണ്ട്. പിങ്കിയുടെ വാചകങ്ങളിൽ വീണുപോയ ഭോലി മാമ്പഴം കഴിക്കാനായി ഗൗരിക്കുരുവിയുടെ തോട്ടത്തിലേക്ക് പോയി. മിട്ടു, വേഗം വരൂ. അവൾ തിരിച്ചു വരുന്നതിന് മുമ്പ് ആ പുല്ലുകൂട് താഴേക്ക് വലിച്ചെറിയൂ. ഭോലി ഇല്ലാത്ത സമയം നോക്കി മിട്ടു അവളുടെ കൂട് താഴേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് വീട്ടിലേക്ക് പോകുന്നു. അപ്പുറത്ത് സദ്യയാണെന്ന് കരുതി ഗൗരിയുടെ തോട്ടത്തിലെത്തിയ ഭോലി മാമ്പഴം കഴിക്കാൻ തുടങ്ങി. പക്ഷേ ബുദ്ധിമതിയായ ഗൗരി അവളെ കണ്ട് ബഹളം വെച്ചു.
ദൈവമേ, ഇവൾക്ക് ഇത്രയും തൊലിക്കട്ടിയോ? കാണാൻ പാവമാണെങ്കിലും ഭയങ്കര കൗശലമാണല്ലോ ഇവൾക്ക്. ബഹളം കേട്ട് മറ്റു പക്ഷികളും അവിടെ ഒത്തുകൂടി. ഗൗരി ചേച്ചി, എന്തിനാണിങ്ങനെ ബഹളം വെക്കുന്നത്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എൻ്റെ തെറ്റെങ്കിലും ഒന്ന് പറയൂ. ആഹാ, മോഷ്ടിച്ചിട്ട് എന്നെ തെറി പറയുന്നു. എന്റെ തോട്ടത്തിൽ നിന്ന് മാമ്പഴം മോഷ്ടിച്ചിട്ട് ഇപ്പോൾ ഇവിടെ കരഞ്ഞു കാണിക്കുകയാണോ? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് ചേച്ചി? പിങ്കി മയിലല്ലേ എന്നോട് പറഞ്ഞത് നിങ്ങൾ ഇന്ന് മാമ്പഴ സദ്യ കൊടുക്കുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ എന്തെങ്കിലും നിങ്ങളുടെ തോട്ടത്തിൽ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ടോ? ഹാവു, കള്ളത്തരം ചെയ്തിട്ട് എന്നെ പറയുന്നു. മാമ്പഴം തിന്നുന്നത് കയ്യോട് പിടിച്ചു എന്നിട്ട് എന്നെ കുറ്റം പറയുന്നു. രാമ രാമ, നിങ്ങൾ എന്തിനാണ് കള്ളം പറയുന്നത് പിങ്കി ചേച്ചി? ആരും ഭോലിയെ വിശ്വസിച്ചില്ല. പാവം ഭോലി കരഞ്ഞുകൊണ്ട് തന്റെ കൂടിനടുത്തേക്ക് തിരിച്ചുപോയി. പക്ഷെ അവിടെ കണ്ട കാഴ്ച അവളെ ഞെട്ടിച്ചു. ദൈവമേ, എൻ്റെ വീട് ആരാണ് തകർത്തത്? ഞാൻ ആരോടും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. ഇനി ഈ മഴയത്ത് എനിക്ക് വീണ്ടും പുറത്ത് കഴിയേണ്ടി വരുമല്ലോ. തന്റെ തകർന്ന കൂട് കണ്ട് ഭോലി വിങ്ങി കരയുകയായിരുന്നു. അപ്പോഴാണ് മിട്ടുവും പിങ്കിയും പരിഹാസചിരിയോടെ അവിടേക്ക് വന്നത്. ഇവളുടെ പേര് ബോലി എന്നല്ല, വിഡ്ഡി എന്നായിരിക്കണം. നമ്മൾ ഒരുക്കിയ കെണിയിൽ അവൾ എത്ര പെട്ടെന്നാണ് വീണത്. വിഡ്ഡി പെണ്ണ് അവിടെ പോയി മാമ്പഴം തിന്നുകയായിരുന്നു. ഗട്ടുബായ്, ഇന്ന് എനിക്കും അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ വലിയ വീട്ടിൽ കഴിഞ്ഞേനെ. നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? എന്തിനാണ് എപ്പോഴും കഴളിയാക്കുന്നത്? എനിക്ക് നിങ്ങളോട് കൂട്ടുകൂടണമെന്നേ ഉള്ളൂ. ഭോലിയുടെ സങ്കടം നിറഞ്ഞ വാക്കുകൾ കേട്ടിട്ടും അവർ തിരിഞ്ഞു നോക്കാതെ പോയി. ആ മഴയത്ത് പാവം ഭോലി ആകാശം നോക്കി വിറച്ചിരുന്നു. ഒരു ദിവസം ആഹാരം തേടി പോകുന്നതിനിടയിൽ ഭോലി ഒരു മൺപാത്ര നിർമ്മാതാവിനെ കണ്ടു. എന്ത് ഭംഗിയുള്ള പാത്രങ്ങൾ! ഇവർക്ക് മണ്ണുകൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് വീടുണ്ടാക്കിക്കൂടാ? എനിക്കൊരു മണ്ണ് വീടുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായനെ. എൻ്റെ വീട് കാണാൻ ഭംഗിയുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് കൂട്ടുകൂടുമായിരിക്കും. അവൾ തന്റെ കൊക്കിൽ മണ്ണുവാരി മരത്തിനടുത്ത് ശേഖരിച്ചു. എന്ത് പറയാനാ അമ്മാവ, ഓരോ പുൽത്തുരുമ്പും ശേഖരിച്ച് ഞാൻ ഉണ്ടാക്കിയ ചെറിയ വീട് ഇവർ തകർത്തു. അവരെന്നോട് വല്ലാതെ ദ്രോഹം ചെയ്യുന്നു അമ്മാവ. അപ്പോഴാണ് കാലുകാക്ക അവിടേക്ക് പറന്നു വന്നത്. ബോലി, നീ എന്താ ആലോചിച്ചിരിക്കുകയാണ്? ഇതുവരെ നീ വീടുണ്ടാക്കിയില്ലേ? എന്താ പറയാനാ കാക്ക, ഓരോരോ ചുള്ളിക്കമ്പുകൾ പെറുക്കിക്കൂട്ടി എൻ്റെ ഈ കൊച്ചു കൂട് ഞാൻ ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇവിടുത്തെ വില്ലന്മാരായ പക്ഷികൾ എന്നോട് വളരെ മോശമായാണ് പെരുമാറുന്നത്. അവരെന്നെ ചതിച്ച് എൻ്റെ കൂട് താഴെയിട്ട് തകർത്ത് കളഞ്ഞു. കാക്ക, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് കാടിൻ്റെ ഓരോ മൂലയിൽ നിന്നും ഈ കളിമണ്ണ് ശേഖരിച്ചതാണ്. ഇതുപയോഗിച്ച് എനിക്കൊരു കൂട് നിർമ്മിക്കണമെന്നുണ്ട്. പക്ഷെ എനിക്ക് പേടിയാണ്, അവർ വീണ്ടും വന്ന് എൻ്റെ കൂട് തകർക്കുമോ എന്ന്. നീ പേടിക്കണ്ട, ഇത്തവണ നിന്റെ കാക്ക അമ്മാവൻ കൂടെയുണ്ട്. നീ വീടുണ്ടാക്ക്. നിന്റെ വീട് ആരാണ് തകർക്കുന്നതെന്ന് എനിക്കൊന്ന് കാണണം. പേടിക്കണ്ട മോളെ, ഞാനിവിടെ കാവലുണ്ടാകും. നിന്നെ ശല്യം ചെയ്യാൻ വരുന്നവനെ ഞാൻ പാഠം പഠിപ്പിക്കും. കാക്കയുടെ വാക്കുകൾ കേട്ട് സന്തോഷമായ ഭോലി പകലും രാത്രിയും കഷ്ടപ്പെട്ട് ഒരു മൺവീട് നിർമ്മിച്ചു. നോക്കൂ, അവൾ വീണ്ടും വീടുണ്ടാക്കി. ഇവൾ ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കില്ല. ഇവൾക്ക് നല്ലൊരു പണി കൊടുക്കണം. വീടുണ്ടാക്കി ക്ഷീണിച്ച ഭോലി വെള്ളം കുടിക്കാനായി കുളത്തിലേക്ക് പോയി. ഇതാണ് സമയം. തകർക്കാം അവളുടെ ഈ മണ്ണുവീട്. നമ്മുടെ കോളനിയിൽ വീടുണ്ടാക്കാൻ വന്നിരിക്കുന്നു. ആ സമയം നോക്കി പിങ്കിയും മിട്ടുവും ഭോലിയുടെ വീട് വളഞ്ഞു. അപ്പോഴാണ് കാലുകാക്ക അവളേക്ക് പറന്നു വന്നത്. നിങ്ങൾക്കൊന്നും നാണമില്ലേ? അവനെ സഹായിക്കുന്നതിന് പകരം നിങ്ങൾ ആ പാവത്തെ കളിയാക്കുകയാണോ? അതും പോരാഞ്ഞിട്ട് അവൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കൂട് നിങ്ങൾ തകർത്തു. പാവം വീണ്ടും വീടുണ്ടാക്കാൻ നോക്കുമ്പോൾ തടയാൻ വരുന്നു. പിങ്കി, നീ വിവരമുള്ളവളല്ലേ? ഇവരെ തടയുന്നതിന് പകരം പ്രോത്സാഹിപ്പിക്കുകയാണോ? നിന്റെ മകളുടെ പ്രായമുള്ള ഒരു കുട്ടിയെ ദ്രോഹിക്കാൻ നിനക്ക് നാണമില്ലേ? കാലുകാക്കയുടെ ശകാരം കേട്ട പക്ഷികളെല്ലാം തല താഴ്ത്തി നിന്നു. അപ്പോഴാണ് ഭോലി വെള്ളം കുടിച്ച് തിരിച്ചെത്തിയത്. എന്താ,
നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? എൻ്റെ വീട് തകർക്കാനാണോ? ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇതുണ്ടാക്കിയത്. ദയവ് ചെയ്ത് ഇത് തകർക്കല്ലേ. ഞങ്ങളോട് ക്ഷമിക്കൂ ബോലി. ഇനി ഒരിക്കലും ഞങ്ങൾ നിന്നെ ശല്യം ചെയ്യില്ല. നിനക്ക് സമാധാനമായി ഇവിടെ കഴിയാം. കാളികാക്ക ഞങ്ങളുടെ കണ്ണ് തുറപ്പിച്ചു. ഞങ്ങൾ എത്ര തെറ്റായിരുന്നു. ഞങ്ങൾ നിന്നോട് വലിയ അനീതിയാണ് ചെയ്തത്. പ്ലീസ്, പറ്റുമെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കൂ. ഞാൻ നിന്നോട് കൂട്ടുകൂടാം, പക്ഷെ ഒരു നിബന്ധനയുണ്ട്. നിബന്ധനയോ? അതെ, നിബന്ധന ഇതാണ്. ഇത്രയും ഭംഗിയുള്ള മണ്ണുവീടുണ്ടാക്കാൻ ഞങ്ങളെയും പഠിപ്പിക്കണം. അതിനെന്താ, ഞാൻ പണ്ടേ നിങ്ങളുമായി കൂട്ടുകൂടാൻ ആഗ്രഹിച്ചതല്ലേ. നിങ്ങളാണ് എൻ്റെ കുടുംബം. പഴയതൊക്കെ മറക്കാം. ഞാൻ പഠിപ്പിക്കുക മാത്രമല്ല, നിങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങളുടെ മണ്ണുവീടുകൾ ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യാം. ഭോലിയുടെ നിഷ്കളങ്കമായ സംസാരം കേട്ടപ്പോൾ എല്ലാ പക്ഷികൾക്കും തങ്ങളുടെ തെറ്റ് മനസ്സിലായി. അന്നു മുതൽ അവരെല്ലാം ഭോലിയുടെ സുഹൃത്തുക്കളായി. അവർ സന്തോഷത്തോടെ മൺവീടുകളിൽ ഒന്നിച്ചു ജീവിക്കാൻ തുടങ്ങി. നിങ്ങളുടെ കാട്ടിൽ നിന്നും മാറി പരുന്തുകളുടെ ചുറ്റുവട്ടത്ത് താമസിക്കുന്നത് കുറച്ച് ആപത്താണ്. അവർ എന്തോ ആസൂത്രണം ചെയ്യുന്നു. ആ ചുറ്റുവട്ടത്തിൽ നിങ്ങൾ ഭക്ഷണത്തിനും ഒരുപാട് ബുദ്ധിമുട്ടും. നിങ്ങൾ കുറച്ച് ചിന്തിക്കൂ. നിങ്ങൾ പറയുന്നത് ശരിയാണ് പപ്പായ ചേട്ടാ. എന്നാൽ ഇപ്പോൾ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? കാട്ടിൽ തണുപ്പുകാലം ഇപ്പോഴാണ് തുടങ്ങിയിരുന്നത്. മിട്ടു, ടീനു എന്ന 2 പക്ഷികൾ, അതുപോലെ മൈന, പിന്നെ മൂങ്ങ, ഇവരെല്ലാവരും ആകാശത്തിലൂടെ പറന്നുപോയി. എന്നാൽ രാവിലെ നല്ല തണുപ്പായിരുന്നതുകൊണ്ട് എപ്പോഴത്തെയും പോലെ അവർക്ക് സന്തോഷമായി പറക്കാനേ കഴിഞ്ഞില്ല. എല്ലാവരും ആ പപ്പായ മരത്തിന്റെ ചില്ലയിൽ പോയിരുന്നു. പ്രിയപ്പെട്ട പക്ഷികളെ, സുഖമാണോ? നിങ്ങളുടെ പുലരി എങ്ങനെയുണ്ടായിരുന്നു? പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നിങ്ങൾ പറയൂ, നിങ്ങളുടെ പുലരി എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് പുലരിയും വൈകുന്നേരവും ഒരുപോലെയാണ്. നിങ്ങളെ സഹായിക്കുന്നത് വരെ ഞാൻ എപ്പോഴും സന്തോഷവാനാണ്. നിങ്ങൾ നല്ല ഒരു പപ്പായ മരമാ. അങ്ങനെ മിട്ടു എല്ലാ പക്ഷികളോടും പറഞ്ഞു, ഫ്രണ്ട്സ്, എനിക്ക് തോന്നുന്നു ഇത്തവണ നല്ല തണുപ്പ് കാണുമെന്നാ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീടുകൾ ചൂടാക്കി വെക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ നമുക്ക് നീലപ്പൂക്കൾ കൂട്ടിൽ കൊണ്ട് വെക്കണം. അപ്പോൾ നമ്മുടെ കൂട്ടിലെ തണുപ്പും മാറും. അത് തണുപ്പ് കാലം വന്ന് നമ്മൾ തണുപ്പിൽ വിറയ്ക്കുന്നത് ഉറപ്പായും ആ പൂവിനെ നിയന്ത്രിക്കാനും പറ്റും. ഞാനും ഇതിനെക്കുറിച്ചാണ് ചിന്തിച്ചത്. നമുക്ക് എല്ലാവർക്കും പോയി ആ പൂക്കൾ പറിച്ചു കൊണ്ടുവരാം. അതിന് നമ്മൾ നീലമലയിലേക്കും പോകണം. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ എന്നെ ഓർത്താൽ മതി. ശരി പപ്പായ ചേട്ടാ, വരൂ, നമുക്ക് എല്ലാവർക്കും മലയിലേക്ക് പോകാം. എല്ലാ പക്ഷികളും അവിടെ നിന്ന് ആ മലയിലേക്ക് പറന്നുപോയി. അവിടെ നീലപ്പൂക്കൾ ഉണ്ടായിരുന്നു. ആ നീലപ്പൂക്കൾ പൂക്കുന്നത് തണുപ്പ് കാലത്ത് മാത്രമായിരുന്നു. അത് നല്ല ചൂടുള്ള പൂക്കളായിരുന്നു. തണുപ്പിൽ പക്ഷികളെല്ലാം ആ നീലപ്പൂക്കൾ പറിച്ചുകൊണ്ടുവന്ന് അവരുടെ കൂട്ടിൽ വെച്ച് കൂട് നല്ല ചൂടാക്കി മാറ്റും. എല്ലാ പക്ഷികളും മലയിലേക്ക് പോയപ്പോൾ അവർ കണ്ടു ഒരുപാട് പരുന്തുകൾ അവിടെ നേരത്തെ വന്ന് നിൽക്കുന്നത്. നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്തിനാണ് ഇവിടേക്ക് വന്നത്? പരുന്തു ചേട്ടാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട് ചൂടാക്കി വെക്കാൻ നീലപ്പൂക്കൾ പറിച്ചുകൊണ്ടുപോകാൻ വന്നതാ. നിങ്ങൾക്ക് ഈ പൂവ് ഇവിടെ നിന്നും എടുത്തുകൊണ്ടു പോകാൻ പറ്റില്ല. ഇവിടെ നോക്കൂ, ഞങ്ങൾ നേരത്തെ തന്നെ ഒരുപാട് വീടുകൾ പണിതു വെച്ചിട്ടുണ്ട്. ആ എല്ലാ വീടുകളും ചൂടാക്കി വെക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് പൂവുകൾ വേണ്ടി വരും. അപ്പോൾ പക്ഷികളെല്ലാവരും കണ്ടു പരുന്തുകൾ അവിടെ ഒരുപാട് കൂടുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ കൂടുകളെല്ലാം മരത്തിന്റെ ചില്ലയിൽ തൂങ്ങിക്കിടന്നു. പരുന്തു ചേട്ടാ, ഇവിടെ ഒരുപാട് കൂടുണ്ടല്ലോ. എന്നാൽ നിങ്ങൾ 4 പേർ മാത്രമേ ഉള്ളൂ. നിങ്ങൾ 4 പേരും ഇത്രയും കൂട് വെച്ചിട്ട് എന്ത് ചെയ്യാനാ? അപ്പോൾ ആ 4 പരുന്തുകളും അവർ തമ്മിൽ നോക്കി രഹസ്യമായി മനസ്സിൽ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ എല്ലാ വീടുകളും നിങ്ങളെപ്പോലുള്ള കൊച്ചു പക്ഷികൾക്ക് സഹായമാകട്ടെ എന്ന് കരുതി പണിതതാണ്. നിങ്ങൾക്ക് പേടിക്കാതെ സന്തോഷത്തോടെ ഈ വീട്ടിൽ താമസിക്കാം. തണുപ്പ് കാലത്ത് മുഴുവനും നിങ്ങൾക്ക് ഇവിടെ തന്നെ താമസിക്കാം. അത് കേട്ട് എല്ലാ പക്ഷികൾക്കും സന്തോഷമായി. ശേഷം അവർ വീണ്ടും കാട്ടിലേക്ക് വന്ന് ആ പപ്പായ മരത്തിന്റെ മുകളിൽ പോയിരുന്നു. നിങ്ങളുടെ കാട്ടിൽ നിന്നും മാറി പരുന്തുകളുടെ ചുറ്റുവട്ടത്ത് താമസിക്കുന്നത് കുറച്ച് ആപത്താണ്. അവർ എന്തോ ആസൂത്രണം ചെയ്യുന്നു. ആ ചുറ്റുവട്ടത്തിൽ നിങ്ങൾ ഭക്ഷണത്തിനും ഒരുപാട് ബുദ്ധിമുട്ടും. നിങ്ങൾ കുറച്ച് ചിന്തിക്കൂ. നിങ്ങൾ പറയുന്നത് ശരിയാണ് പപ്പായ ചേട്ടാ. എന്നാൽ ഇപ്പോൾ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അതിനുവേണ്ടി ഞാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. രാവിലെ 11 മണി മുതൽ 5 മണി വരെ നല്ല വെയിലടിക്കും. വെയിലിൽ നിന്നും രക്ഷപ്പെടാൻ ഞാൻ നിങ്ങളെ ഇലകൾ കൊണ്ട് മറയ്ക്കാം.
എന്നാൽ നിങ്ങളുടെ പ്രശ്നം ഞാൻ മുഴുവനായി തീർക്കണമെങ്കിൽ ആ വെയിൽ എന്നിൽ ആകർഷിച്ച് അതിൽ നിന്നും ശക്തിയും ഉണ്ടാക്കണം. ഞാൻ ഇന്ന് മുഴുവനും വെയിലത്ത് തന്നെ നിൽക്കാം. അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് സൂര്യന്റെ രശ്മി കാരണം എനിക്ക് ശക്തിയും കിട്ടും. ആ ശക്തി കൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം. നിങ്ങൾ സത്യത്തിൽ വളരെ നല്ലവനാ പപ്പായ ചേട്ടാ. എന്നാൽ നിങ്ങൾ ഇത്രയും കഷ്ടപ്പാട് അനുഭവിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തുകൊണ്ടില്ല? നിങ്ങൾ എന്റെ കൂട്ടരാണ്. നിങ്ങൾ എന്നെ മറ്റുള്ളവരെ പോലെയാണോ കാണുന്നത്? ഇത് കേട്ട് എല്ലാവരും നിശബ്ദരായി. അതിനുശേഷം പപ്പായ മരം ഇലകളെയെല്ലാം താഴേക്ക് കൊണ്ടുവന്നു. ഉച്ച സമയത്ത് നല്ല വെയിലടിക്കാനും തുടങ്ങിയിരുന്നു. ദിവസം മുഴുവനും ആ വെയിലിൽ ആ വലിയ പപ്പായ മരം നിന്നു. പപ്പായ മരം ഒരുപാട് ബുദ്ധിമുട്ടി. എന്നാൽ പക്ഷികളുടെ നന്മയ്ക്ക് വേണ്ടി അത് ആ കഷ്ടപ്പാടെല്ലാം സഹിച്ചു. അടുത്ത ദിവസം എല്ലാ പക്ഷികളും അതിന്റെ അടുത്തേക്ക് വന്നു. പപ്പായ ചേട്ടാ, ഞങ്ങൾ കാരണം താങ്കൾക്ക് എത്ര ബുദ്ധിമുട്ടാണ്. ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കുന്നില്ല. എന്നാൽ ഞാൻ സന്തോഷവാനാണ്. കാരണം സൂര്യന്റെ ശക്തി കൊണ്ട് എനിക്കും ശക്തികൾ കിട്ടി. ഇപ്പോൾ ഞാൻ എന്തു പറയുന്നോ നിങ്ങൾ അത് ചെയ്യൂ. അങ്ങനെ പറഞ്ഞ് പപ്പായ മരം അതിന്റെ കണ്ണുകൾ അടച്ചു. അതിനുശേഷം ആ പപ്പായ മരത്തിൽ ഒരു വിള്ളൽ വന്നു. അതിൽ കറുത്ത നിറത്തിലുള്ള വിത്തുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും ഓരോ വിത്തുകൾ എടുക്കൂ. ഇത് എടുത്തുകൊണ്ടുപോയി നിങ്ങളുടെ കൂട്ടിലും വയ്ക്കൂ. അടുത്ത ദിവസം ഈ വിത്തുകൾ കാരണം നിങ്ങൾക്ക് പച്ച പപ്പായകൾ കിട്ടും. ആ പപ്പായകൾ എത്ര ചൂടായിരിക്കുമെന്നാൽ അതുപയോഗിച്ച് ഈ തണുപ്പ് കാലം മുഴുവനും നിങ്ങൾക്ക് ചൂടോടെ ജീവിക്കാം. അത് കേട്ട് പക്ഷികളെല്ലാം പപ്പായ മരത്തിനോട് നന്ദി പറഞ്ഞു. അതിനുശേഷം ഓരോരുത്തരായി ഓരോ വിത്തുകളെടുത്ത് അവരുടെ കൂട്ടിലേക്കും പോയി. അതിനുശേഷം അവർ അവരവരുടെ കൂട്ടിലേക്ക് കൊണ്ടുവച്ചു. അടുത്ത 3 ദിവസത്തിനുള്ളിൽ ആ വിത്തുകളിൽ നിന്നും ഒരു വലിയ പപ്പായയും വെളിയിലേക്ക് വന്നു. അപ്പോൾ പക്ഷികൾ എല്ലാവരും അവരുടെ ചുണ്ടുകൾ കൊണ്ട് ആ പപ്പായയെ കൊത്തി അകത്തുപോയി വെളിയിലേക്ക് വരാൻ വേണ്ടി ഒരു വാതിലും ഉണ്ടാക്കി. ഇപ്പോൾ അവർക്ക് എല്ലാവർക്കും താമസിക്കാൻ വളരെ മനോഹരമായ വലുതായ ചൂടുള്ള വീടും കിട്ടി. എല്ലാവരും ഒരുപാട് സന്തോഷിച്ചു. ഒരുമിച്ച് എല്ലാവരും പപ്പായ മരത്തിന്റെ അടുത്തേക്ക് വന്നു. പപ്പായ ചേട്ടാ, നിങ്ങൾക്ക് ഒരുപാട് നന്ദി. നിങ്ങൾ ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് വെയിലത്ത് നിന്ന് ഞങ്ങളെ ഒരുപാട് സന്തോഷപ്പെടുത്തുന്നില്ലേ? ഇപ്പോൾ ആ പപ്പായ മരം സന്തോഷിച്ചു. മറ്റൊരു വശത്ത് 4 പരുന്തുകളും ഒത്തുചേർന്ന് ഉത്സവവും ആഘോഷിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ ആസൂത്രണം നിറവേറാൻ പോകുന്നു. എല്ലാ പക്ഷികളും നമ്മൾ ഉണ്ടാക്കി വെച്ച വീട്ടിൽ വന്ന് താമസിക്കാൻ പോകുന്നു. അവർ ഇവിടെ വന്ന് താമസിക്കുമ്പോൾ നമുക്ക് ഭക്ഷണം അന്വേഷിച്ച് പോകേണ്ട ആവശ്യം വരില്ല. നമ്മുടെ കൂട്ടിൽ തന്നെ എല്ലാം വരും. അപ്പോൾ അവരുടെ അടുത്തേക്ക് ഒരു കഴുകൻ വന്നു. അത് പറഞ്ഞു, നിങ്ങളുടെ പ്ലാൻ എല്ലാം വെള്ളത്തിലായി. വലിയ പപ്പായ മരം അവരെ സഹായിച്ചു. അതുതന്നെ അവർക്ക് വേണ്ടി ഒരു കൂടും പണിതു കൊടുത്തു. ഇല്ല, ഇത് നിന്റെ ഐഡിയ അല്ലേ? അല്ല, നിന്റെ ഐഡിയ ആയിരുന്നു. വെറും മണ്ടത്തരമായ ഒരു ഐഡിയ. അങ്ങനെ 4 പേരും വഴക്കുണ്ടാക്കാൻ തുടങ്ങി. തമ്മിൽ അടിക്കാനും തുടങ്ങി. ഇതാ വെച്ചോ, ഇതാ വാങ്ങിച്ചോടാ. ഇങ്ങനെ അവർ തമ്മിൽ അടിക്കാൻ തുടങ്ങി. തമ്മിൽ അടി വാങ്ങി 4 പേരും ക്ഷീണിച്ചു. മറ്റൊരു വശത്ത് കാട്ടിലെ എല്ലാ പക്ഷികളും ആ പച്ച പപ്പായ മരത്തിൽ വളരെ സന്തോഷത്തോടെ ജീവിച്ചു. പപ്പായ മരം വീണ്ടും പക്ഷികളെ ഒരുപാട് സഹായിച്ചു. അതോർത്തത് ഒരുപാട് അഭിമാനിച്ചിരുന്നു. പപ്പായ മരം സന്തോഷത്തോടെ കുറച്ചു ദൂരെയുള്ള പച്ച പപ്പായ വീടുകൾ നോക്കി നിന്നു. അതിന്റെ ഉള്ളിൽ നിന്നും എല്ലാ പക്ഷികളും ചിരിച്ചുകൊണ്ട് വെളിയിലേക്കും നോക്കി.